അവൾ സ്നേഹിച്ചതും കാമിച്ചതും എന്നെയല്ല, എന്റെ വേഷത്തെ മാത്രമാണ് രാമ. ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും വേഷമാണ്, വെറും വേഷം മാത്രമാണ്. ഇതാ എന്റെ തല മുറിച്ച് തന്നിരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് സ്വാത്വിക ഭാവം വേണ്ട. വാനപ്രസ്ഥം എന്ന് പറയുന്ന ഈ സിനിമയിലെ ഈ വേഷം, അതിനുവേണ്ടി ഒരു നടൻ ചെയ്തിട്ടുള്ള ത്യാഗം എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം നമുക്ക് കഥകളിയിലുള്ള ഇപ്പോൾ വാനപ്രസ്ഥം സഹകരിച്ച മിക്കവാറും എല്ലാവരും ഗോപിയാശാനായാലും കീഴ്പ്പടം കുമാരൻ നായരാശാനായാലും ബട്ടന്നൂർ ശങ്കരൻകുട്ടി ആയാലും ഇവരെല്ലാം നമുക്ക് അറിയാവുന്ന ആളുകളാണ്, പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ അത്ഭുത സ്തബ്ധരായി പോയി ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാലിൻ്റെ പെർഫോമൻസ് അല്ലേ പറഞ്ഞത്, അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ, ഒരു റോളിനോട് ഡെഡിക്കേഷൻ അതുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ അതീതമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോടുള്ളൊരു അർപ്പണം ഉണ്ടല്ലോ, അതായിരിക്കണം പ്രധാനമായിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ മനുഷ്യൻ്റെ കഥകളെക്കുറിച്ച് വളരെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു 3-3.5 മണിക്കൂർ എടുക്കും നമ്മുടെ മേക്കപ്പ്. ഞാൻ ആ വേഷത്തോടുകൂടി ഒരു 10.5 മണിക്കൂർ ഞാൻ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കിരീടം പോലും അഴിക്കാതെ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ആ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന ആൾ വന്ന് എൻ്റെ അടുത്ത് കുറേ സമയം നോക്കിയിട്ട് പറഞ്ഞു, വലിയൊരു അനുഗ്രഹമാണ്. കാര്യം ഇത്രയും സമയം ഞാൻ ഇത്രയും കഥകളി ആൾക്കാരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ കിരീടം അഴിക്കാതെ ഒരാൾ നിന്നിട്ടില്ല. പക്ഷേ എനിക്ക് മനഃപൂർവ്വമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് അഴിക്കണമെന്നൊന്നും തോന്നിയില്ല. അത് ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെ സഹായിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഈ വേഷമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ കഥകളിയിൽ എനിക്ക് പരിചയമുള്ള മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ഒരു മൗന സമ്മതം ഞാൻ ചോദിച്ചിട്ടായിരുന്നു ആ റോളുകളൊക്കെ ചെയ്തിരുന്നത്. ഒക്കെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യൻ ചോദിച്ചുകൊണ്ട് പറയാണ്. അപ്പം അങ്ങനെ ഒരു അൺനോൺ എനർജി എന്ന് പറയുന്ന സാധനം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇതിന് നമ്മൾ ഏതായാലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പിന്നെ അതിൽ പൂർണ്ണമായും ഒരു ഡെഡിക്കേഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു കഥകളി വേഷം അണിയുന്നത് ഒരു നടനെ സംബന്ധിച്ചുള്ള വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ലാലിനോട് വല്ലാത്ത അസൂയുണ്ട്. അസൂയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ എത്ര പ്രാവശ്യം ദേശീയ പുരസ്കാരമോ അതിനപ്പുറത്തുള്ള പുരസ്കാരമോ അർഹതയുള്ളവർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അസൂയപ്പെട്ട് കാര്യമില്ല. അതിൻ്റെ പേരിലല്ല അസൂയ. കാരണം ജീവിതത്തിൽ നമ്മൾ പലതും ആകാൻ കൊതിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഒരു നല്ല ഗായകനായാൽ കൊള്ളാമെന്നുണ്ട്, ഒരു നല്ല മൃദംഗവാദന വിദഗ്ധനായാൽ കൊള്ളാമെന്നുണ്ട്, ഒരു നല്ല കഥകളി നടനായാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഭാഗ്യവശാൽ നമ്മൾ സിനിമയിലൂടെ അഭിനയിച്ച് അനുഭവിച്ച് തീർക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും ഒരു കഥകളി നടനാവാനുള്ള അതിനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ ലാൽ പൂതന മിനുക്ക് വേഷം കിട്ടുന്നുണ്ട്, പിന്നെ അർജുനൻ പച്ച, പിന്നെ കീചകൻ കത്തി, വട്ടമുടി ഹനുമാൻ, പിന്നെ ദുശാസനൻ താടിവേഷം. ഈ കഥകളി ജീവിതവൃത്തിയാക്കിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഇപ്പം കലാമണ്ഡലം കൃഷ്ണനാരാശാന് പോലും ഒരുപക്ഷെ ജീവിതത്തിൽ ഇത്രയും വൈവിധ്യമാർന്ന വേഷങ്ങൾ കഥകളി അരങ്ങത്ത് കെട്ടാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അത് മുഴുവൻ ലാൽ ചെയ്തു, ആ വേഷങ്ങൾ മുഴുവൻ കെട്ടാൻ ലാലിന് പറ്റി എന്നുള്ളതാണ് എനിക്ക് ലാലിനോടുള്ള ഏറ്റവും വലിയ അസൂയ. നല്ല അസൂയ. പിന്നെ ഞാൻ വേറെ ചോദിക്കുന്നത്, ഈ നമ്മൾ അറിയാമല്ലോ ഇപ്പം വളരെ ലൗകിക ബന്ധമുള്ള കഥ, നമുക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൈലൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അതൊക്കെ ലാൽ ചെയ്യുന്നത് ഞാൻ ഈ കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ യാതൊരു ടെൻഷനും സ്വയം അനുഭവിക്കാതെ ചുറ്റുപാടുള്ളവർക്കും യാതൊരു ടെൻഷനും കൊടുക്കാതെ വളരെ അനായാസമായിട്ട് ചെയ്യുന്ന ഒരു വൃത്തിയാണ് അഭിനയം ലാലിനെ സംബന്ധിച്ചോളം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു, എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത്, ഈ കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു മാനസിക വ്യാപാരത്തിലേക്ക് സ്വയം ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രിപ്പറേഷൻസ്, അതിനെപ്പറ്റി ഒന്ന് താല്പര്യം ഉണ്ടാവും ആൾക്കാർക്ക് കേൾക്കാൻ. വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സിനിമയ്ക്ക് വേണ്ടി. പിന്നെ ഈ കഥകളി എന്ന് പറയുന്ന ആ ഒരു കലാരൂപം പെട്ടെന്ന് പോയി പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. മിനിമം ഒരു 8-10 വർഷത്തെ വാസനയുള്ളവന് പോലും. അതെ,
അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് പഠിപ്പിച്ചു തരാനൊരു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്നൊരു ആശാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം വേഷം കെട്ടിപ്പിച്ച് തന്നെയാണ് അത് കുറച്ച് ചെറിയ ചെറിയ ചുവടുകളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി സിനിമകളിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന ഒരാളെയും കണ്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായും ഷാജി സാറിൻ്റെ വളരെയധികം ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 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 അദൃശ്യ ശക്തി നമ്മളെ സഹായിച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ കഥകളി ഈ നമ്മൾ അതിൻ്റെ ഷോട്ടുകൾ എടുക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ഇവരൊക്കെ ആയിരുന്നു, കീഴ്പ്പടം ആശാൻ അല്ലെങ്കിൽ ഗോപിയാശാനൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ വന്ന് പറയും, എൻ്റെ അടുത്ത് കീഴ്പ്പടമൊക്കെ പറഞ്ഞാൽ പൂതനയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ അപ്പുക്കുട്ടി പൊതുവാളിൻ്റെ ആ മുതൽ അങ്ങനെ മുഖത്ത് വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഗൈഡ് ചെയ്യുമായിരുന്നു എന്നെ. പിന്നെ ഈ നമ്മുടെ ഒരു അഭിനയം എന്നുള്ള രീതിയിൽ പിന്നെ ആ നമ്മളെ വെൻ യു ആർ ഇൻ ടു ഇറ്റ് അല്ലെങ്കിൽ ആ വേഷം അണിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഇപ്പോൾ ഞാൻ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഞാൻ അല്ലെങ്കിൽ ഷായ് സാറിന് ചോദിക്കും, സാറേ ശരിയായോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറഞ്ഞ സാറ് പറയും വളരെ ശരിയായി. ഞാൻ എൻ്റെ ആശാനെടുത്ത് ചോദിക്കും ശരിയായെന്ന് പറഞ്ഞപ്പോൾ വളരെ നന്നായി. പക്ഷേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെ കാര്യം. നമ്മൾ അതിലുള്ള ചില മുദ്രകൾ കാര്യങ്ങൾ, ഇപ്പോൾ പൂതനയുടെ ഡെത്ത് എന്നൊക്കെ പറയുന്നത് സാധാരണ പിന്നെ പൂതനാമോഷത്തിലുള്ളതല്ല. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പൂതനാമോഷം കേട്ടോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഷായ് സാറ് പറയുന്നത് ഈവൻ കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന ആ പെർഫോമർ കഥകളി ആ സമയത്ത് ഒരു ഇംപ്രവൈസേഷൻ ഇൻ കഥകളി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അന്ന് കുഞ്ഞിക്കുട്ടൻ. അങ്ങനെയാണ് പുള്ളി വലിയ ആശാനായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ലാലിന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു. ചേട്ടന് സിനിമ കണ്ടെങ്കിലും മനസ്സിലാകുന്ന. പിന്നെ എന്നെ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം ആ പൂതനയുടെ ഡെത്തിൽ മരിക്കുന്ന സമയത്ത് ശ്വാസം വന്ന സമയത്ത് നമ്മൾ വളരെയധികം നിശ്ചലമാകുകയും ആ മൂക്കുത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ അത് അനങ്ങി അതങ്ങ് നിൽക്കും. നമ്മളൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല. കാര്യം ആ സമയത്ത് നമ്മുടെ ബ്രീത്ത് ഞാൻ അറിയാതെ തന്നെ നമ്മൾ പിടിച്ചിരിക്കാം. അതുകൊണ്ടാണ് അത് നിന്ന്. അപ്പോൾ എന്നെ ഈ സിനിമ കണ്ട പലരും എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അത്രയും വളരെ കെയർഫുള്ളായിട്ടാണ് ലാൽ അത് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. കാര്യം ആ ശ്വാസം നിൽക്കുന്ന സമയത്ത് അങ്ങ് മറിഞ്ഞ് വീഴുകയാണ്. പക്ഷേ ആ ശ്വാസം നിൽക്കുന്ന സമയത്ത് ആ നമ്മൾ ഇട്ടിരിക്കുന്ന മൂക്കുത്തിയുടെ ഒരു താഴെയാണ് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്, അത് നിന്നു. അപ്പോൾ ബാക്കി നിശ്ചലമായി. പിന്നെ ഇത് മാത്രമാണെങ്കിൽ പിന്നെ അത് നിന്നു. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡെത്ത് എന്നുള്ള സാധനമാണ് വന്നിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയ പാടവത്തിന് ഒരു വലിയൊരു ഓസ്കർ അവാർഡിന് കൊടുക്കാൻ തോന്നുന്ന മാതിരി എനിക്ക് തോന്നുന്നു. കാരണം കഥകളി പഠിക്കാതെ ഏറ്റവും നല്ലോണം കഥകളി പഠിച്ച ഒരു ആശാൻ്റെ മാതിരി അഭിനയിക്കാൻ കഴിഞ്ഞതുണ്ടല്ലോ, അതൊരു ഉന്നതമായിട്ടുള്ളൊരു കലാകാരൻ മാത്രമേ സാധിക്കുള്ളൂ. അത് മോഹൻലാൽ അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അത് വളരെ മനസ്സിൽ എനിക്കും ടച്ച്. ബിക്കോസ് ഞാനൊരു കഥകളിക്കാരനാണ്. അപ്പോൾ എനിക്കറിയാം ഈ കഥകളി അഭിനയിക്കുന്ന സമയത്തും ആ മുദ്രകൾ പിടിക്കുന്ന ശൈലികളും അതൊക്കെ അതിനൊരു എത്രയോ കാലത്തെ പഴക്കമുണ്ടായാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഇതൊക്കെ ഇളക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എത്രയോ പ്രാക്ടീസ് ചെയ്താലേ കഴിയുള്ളൂ. അപ്പോൾ അതിൽ അത്രത്തോളം ആ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് മോഹൻലാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കംപ്ലീറ്റായിട്ടൊരു കഥകളി ആശാൻ്റെ ഒരു പാത്രത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള കഴിവ് മോഹൻലാലിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ സ്വത്വം മറക്കുന്നത്, നമ്മളെ മറക്കുക, നമ്മൾ പരിസരം മറക്കുക, എങ്കിലും കഥാപാത്രം നമ്മുടെ കൈക്കുടുന്നയിൽ അങ്ങനെ ബലമായി പിടിച്ചു വെക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം മറന്നിട്ടുള്ള ഒരു 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 ഗായകനോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റർക്കോ കവിക്കോ ഒക്കെ കിട്ടുന്ന ഒരു സ്വയം പറക്കലുണ്ട് സിനിമയിൽ. അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ. കാര്യം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, ആക്ഷൻ ടു കട്ട്, ഇതിൻ്റെ ഇടയ്ക്കാണ് അയാൾ ജീവിക്കുന്നത്. സോ ഇറ്റ് ഈസ്, ഞാൻ വിചാരിക്കുന്നത് അതും ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ പോലെയാണ്. കാര്യം നമ്മളെ മറന്ന് വേറൊരാളായിട്ട് മാറുന്നു. ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ പല അനുഭവങ്ങൾ ഈ സിനിമയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളൊരു 500-1000 സിനിമകളിൽ അഭിനയിക്കുമ്പോൾ
അപൂർവം അവസരങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ചില അവസ്ഥ കിട്ടാറുള്ളൂ. തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചു, ലാല പിന്നെ ഈ ആശാനെ ഇതെല്ലാം മൂരിക്കൊടുത്ത് കരയുന്നൊരു സീനുണ്ട്, അത് ഏതാണ്ട് ഒരു മിനിറ്റിക്കുള്ളുണ്ട്. പക്ഷെ ഞാൻ വളരെ ശരിക്കും ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പിൽക്കാലത്ത് ആൾക്കാർ ചോദിച്ചു അതൊരു വളരെ അമിത അഭിനയമായി ഇരുന്നോ ലാലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷാജി സാറ് പറഞ്ഞു ഈ ഒരു കഥകളി നടൻ എന്ന് പറയുന്ന ആളുടെ എത്രയും നാളത്തെ ട്രെയിനിങ്ങും എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് അയാൾ വളരെ ലൗഡാണ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പം പിന്നെ നമ്മളുടെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് സട്ടിലായിട്ടും ചെയ്യാം അല്ലെങ്കിൽ മറന്നും ചെയ്യാം. പക്ഷേ അവിടെ കുഞ്ഞിക്കുട്ടൻ ശരിക്കും കരഞ്ഞു പോവും. കുഞ്ഞിക്കുട്ടൻ സ്ഥാനത്ത് വേറൊരു ചുമട്ടുകാരനാണ് അങ്ങനെ കരയില്ല. അപ്പോൾ അതൊക്കെ അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണുമ്പം തീർച്ചയായിട്ടും ഞാൻ തന്നെ ആലോചിച്ചത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്ന ഒരു നിമിഷമാണ്. പിന്നെ അത്ര സമയമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു കൈൻഡ് ഓഫ് ഒരു മെഡിറ്റേഷൻ പോലെയോ കാര്യങ്ങളോ എങ്ങനെയോ അങ്ങ് മാറിപ്പോകുന്ന. അത് നമ്മളിപ്പോൾ ഈ കിരീടം എന്നുള്ള സിനിമയിലും ഭരതം എന്നുള്ള സിനിമയിലും അല്ലെങ്കിൽ പല സിനിമയിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അറിയാതെയോ. പിന്നെ ഒരു പിൽക്കാലത്ത് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ നമുക്കത് തോന്നാറുള്ളൂ. ഇപ്പോൾ അത് പറയുന്നത് ഇപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന ആളോ അല്ലെങ്കിൽ മൃദംഗം വായിക്കുന്ന ആളോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആളോ ഒക്കെ ഇപ്പോൾ എന്താണ് ആ സമയത്ത് എന്തോ ഒരു എനർജി അവരുടെ കാലിലേക്കോ കൈയിലേക്കോ അല്ലെങ്കിൽ തൊണ്ടയിലേക്കോ ഒഴുകി ഇറങ്ങുന്നു. അതുപോലെ തന്നെയാണ് അഭിനയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് നമ്മൾ അറിയാതെ പ്രിപ്പയർഡ് ആകുകയും അറിയാതെ അഭിനയിച്ചു പോവുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല.